കർമ്മം ചെയ്യുക നമ്മുടെ ലക്ഷ്യം, കർമ്മഫലം തരും ഈശ്വരനല്ലോ. ജനറൽ ട്രാൻസ്ഫർ ഒക്കെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സമയമാണല്ലോ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ. ഇതിനകം പല സീനിയർ ക്ലർക്കുമാരും അക്കൗണ്ടന്റുമാരായിട്ടുണ്ട്. കുറച്ച് ഹെഡ് ക്ലർക്കുമാരും അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് മാറിയിട്ടുണ്ട്. തുടക്കക്കാർക്ക് തദ്ദേശ സ്ഥാപനങ്ങളിലെ അക്കൗണ്ടിങ്ങിനെ കുറിച്ച് ഒരു ബേസിക് കൺസെപ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഈ വീഡിയോ സീരീസ്. പുതിയ എല്ലാവർക്കും ഉടനെ തന്നെ ഓഫ്ലൈൻ പരിശീലനം ലഭിക്കുന്നതാണ്. അതുവരെ അത്യാവശ്യ കാര്യങ്ങൾ, നിങ്ങളുടെ ഓഫീസിലെ അത്യാവശ്യ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ സീരീസ് തുടങ്ങുന്നത്. ആദ്യമേ പറയട്ടെ, കെ-സ്മാർട്ട് തുടങ്ങിയതിന് ശേഷം കെ-സ്മാർട്ടിലെ ഫിനാൻസ് മോഡ്യൂളിനെ കുറിച്ച് ഏതാണ്ട് എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മുടെ ചാനലിൽ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അക്കൗണ്ടന്റ് സീറ്റിലേക്ക് പോയി ജോലി തുടങ്ങുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും ആ വീഡിയോസ് ഒന്ന് കണ്ടിട്ട് ജോലി തുടങ്ങുന്നതായിരിക്കും ഉചിതം. എല്ലാ വീഡിയോസിന്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, ഒന്ന് പോയി കാണുക. നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഡബിൾ എൻട്രി അക്കൗണ്ടിംഗ് സമ്പ്രദായം ആരംഭിച്ചത് 2009 മുതലാണ്. 2010 മുതൽ സാങ്ക്യ സോഫ്റ്റ്വെയറും 2021 മുതൽ ILGMS-ഉം 2024 മുതൽ കെ-സ്മാർട്ടും അക്കൗണ്ടിങ്ങിനായിട്ട് ഉപയോഗിക്കുന്നു. അടിസ്ഥാനപരമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് 2011 കേരള പഞ്ചായത്ത് രാജ് അക്കൗണ്ട്സ് ചട്ടങ്ങളും കേരള മുനിസിപ്പൽ അക്കൗണ്ട്സ് ചട്ടങ്ങളുമാണ്. നമ്മുടെ ഓഫീസിൽ അതിന്റെ ബുക്കുകൾ ലഭിക്കും. സമയം കിട്ടുമ്പോൾ ഒന്ന് വായിച്ചു നോക്കുക. ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ആയുധമായിട്ട് ബന്ധപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും ഒക്കെ പറഞ്ഞു പോകാം. സ്വന്തം ജോലി തുടങ്ങുന്നതിന് മുമ്പ് ആദ്യം അക്കൗണ്ടന്റുമാരുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞിരിക്കണം. അതിന് വ്യക്തമായ ഒരു സർക്കാർ ഉത്തരവുണ്ട്. വെറുതെ ചെക്ക് എഴുതലും പേയ്മെന്റ് ഓർഡർ ചെയ്തലും പേയ്മെന്റ് ചെയ്യലും മാത്രമല്ല അക്കൗണ്ടന്റ് ജോലി. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണെന്ന് നമുക്ക് ഓരോ വീഡിയോയിലും നമുക്ക് നോക്കാം. 1/8/2009 150/2009 എന്ന സർക്കാർ ഉത്തരവ് പ്രകാരമാണ് അക്കൗണ്ടന്റുമാരുടെ ഡ്യൂട്ടീസ് നിർവഹിച്ചിരിക്കുന്നത്. സമയം കിട്ടുമ്പോൾ നിങ്ങൾ സൈറ്റിലുണ്ട്, ആ ഉത്തരവ് ഒന്ന് വായിച്ചു നോക്കുക. സാന്ദർഭികമായി ഓരോന്നും നമുക്ക് ചർച്ച ചെയ്യാം. ഒരു അക്കൗണ്ടന്റിനെ സംബന്ധിച്ച് കെ-സ്മാർട്ടിൽ പ്രധാനമായും ഫിനാൻസ് മാനേജ്മെന്റ് മോഡ്യൂളിന് കീഴിലെ നിരവധി ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട കാർഡുകളും അവയുടെ ഓരോ പ്രവർത്തനങ്ങളും പഠിച്ചെങ്കിൽ മാത്രമേ കൃത്യമായിട്ട് കെ-സ്മാർട്ടിലെ അക്കൗണ്ട്സ് എന്ന് ഒന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യം ഫിനാൻസ് മോഡ്യൂളിലെ ചില കാർഡുകൾ, അക്കൗണ്ടന്റിന് ബാധകമായ ചില കാർഡുകൾ മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾ പുതുതായിട്ട് ഒരു പഞ്ചായത്തിൽ അക്കൗണ്ടന്റ് ആയിട്ട് ചാർജ് എടുക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ സീറ്റ് മാറി വരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത് ആ പഞ്ചായത്തിലെ പ്രവർത്തനക്ഷമമായ എല്ലാ ബാങ്ക് അക്കൗണ്ടുകളും കെ-സ്മാർട്ടിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നതാണ്. തൊട്ട് മുന്നേറുന്ന അക്കൗണ്ടന്റുമാർ ചെയ്തിട്ടുണ്ട് എങ്കിലും ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്തിട്ടില്ല എങ്കിൽ അത് അത്യാവശ്യമായിട്ട് ആഡ് ചെയ്യണം. എങ്ങനെ ഇത് പരിശോധിക്കാൻ നമുക്ക് നോക്കാം. ഞാൻ അക്കൗണ്ടന്റ് ലോഗിനിൽ ഫിനാൻസ് മാനേജ്മെന്റിലെ മാസ്റ്റർ സെറ്റിംഗ്സ് എന്ന കാർഡ് സെലക്ട് ചെയ്തു. അതിൽ ബാങ്ക് അക്കൗണ്ട് ക്രിയേഷൻ സെലക്ട് ചെയ്തു. ഇതിലായിരിക്കും പഞ്ചായത്തിലാകെ പ്രവർത്തനക്ഷമമായ എത്ര ബാങ്കുകളുണ്ട്, എത്ര ട്രഷറി അക്കൗണ്ട് ഉണ്ട്, ഇതൊക്കെ ആഡ് ചെയ്തിരിക്കുന്നത്. കണ്ടോ, അവിടെ നിലവിൽ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ബാങ്കുകളും ട്രസ്റ്റുകളും കാണാവുന്നതാണ്. ഇവിടുത്തെ ഈ ആക്ഷൻ എന്ന ഭാഗത്ത് ഐ ബട്ടൺ ആണ് എങ്കിൽ ആ ബാങ്കിന്റെ വിവരങ്ങൾ സബ്മിറ്റഡ് ആണെന്നും, ഇതേപോലെ പെൻ ഐക്കൺ ആണെങ്കിൽ അത് എഡിറ്റിംഗ് മോഡിലാണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ എഡിറ്റിംഗ് മോഡിൽ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് കിടക്കുകയാണെങ്കിൽ അതിനെ സബ്മിറ്റ് മോഡിലാക്കിയെങ്കിൽ മാത്രമേ ആ ബാങ്ക് അക്കൗണ്ട് നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ലിസ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം, ഏതെങ്കിലും അക്കൗണ്ട് ഇതേപോലെ എഡിറ്റിംഗ് മോഡിൽ കിടക്കുന്നുണ്ടോ എന്ന് ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ അതിനെ ഇപ്പൊ ആ ഒരു എഡിറ്റിംഗ് മോഡിൽ കിടക്കുന്നതിന് ഇപ്പൊ കണ്ടോ, സബ്മിറ്റ് ചെയ്തപ്പോൾ അത് സബ്മിറ്റ് മോഡിലായി. ഇപ്പോൾ ഇനി അത് നമുക്ക് ഏത് ആവശ്യത്തിനും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ ആ തൊട്ട് താഴെയുള്ള ക്രിയേറ്റ് ബാങ്ക് എന്ന ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ബാങ്ക് ആഡ് ചെയ്യാം. എങ്ങനെ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നമ്മൾ കെ-സ്മാർട്ട് തുടങ്ങിയ സമയത്ത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്രമ നമ്പർ 1 ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാണുക. അടുത്തത് ചെക്ക് എൻട്രി കാർഡാണ്. അതും അക്കൗണ്ടിന് ശ്രദ്ധിക്കേണ്ട ഒരു കാർഡാണ്. അതിൽ ഓരോ ബാങ്കിന്റെയും നിലവിലെ ചെക്ക് ബാലൻസ്, ലീഫ് വിവരങ്ങളൊക്കെ ഉണ്ടാകും. ഓരോ ബാങ്കും സെലക്ട് ചെയ്താൽ ചെക്ക് വിവരങ്ങൾ അറിയാം. ഓൾറെഡി ചെക്കുകൾ അവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അക്കൗണ്ടന്റുമാർ ചാർജ് എടുക്കുമ്പോൾ ആദ്യം പരിശോധിക്കേണ്ട 2 കാർഡുകൾ, അപ്പോൾ അതാണ് ബാങ്ക് അക്കൗണ്ട് ക്രിയേഷനും ചെക്ക് എൻട്രി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാങ്ക് സെലക്ട് ചെയ്യുമ്പോൾ ചെക്ക് ലീഫ് ബാലൻസ് ഇല്ല എന്നൊരു മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അത് നമ്മൾ ആഡ് ചെയ്ത് വെച്ച്, ഇപ്പൊ നിങ്ങൾ 1 മുതൽ 100 വരെ ചെക്ക് നമ്പർ മുൻപിരുന്ന അക്കൗണ്ടിൽ ആഡ് ചെയ്ത് വെച്ചോ, 100 ചെക്ക് ലീഫും തീർന്നു പോയെങ്കിൽ പുതുതായിട്ട് ചെക്ക് ആഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് പേയ്മെന്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പലപ്പോഴും പേയ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ നേരെ ആ ചെക്ക് എൻട്രിയിലിട്ട് പോയിട്ട് ആ ബാങ്കിലേക്കുള്ള ചെക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതെങ്ങനെ ആഡ് ചെയ്യണമെന്ന്
ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ 1ാം ക്രമ നമ്പറിൽ കിടക്കുന്ന വീഡിയോയിൽ ചെക്ക് ആഡിങ്ങും പറയുന്നുണ്ട്, ഒന്ന് പോയി കാണണം. അടുത്തതായി നിങ്ങൾ അക്കൗണ്ടന്റുമാർ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഫ്രണ്ട് ഓഫീസിൽ ക്യാഷ് സ്വീകരിക്കും. ചില പഞ്ചായത്തുകളിൽ അന്ന് തന്നെ ക്യാഷ് ബാങ്കിൽ അടയ്ക്കും, ചില പഞ്ചായത്തുകളിൽ പിറ്റേ ദിവസമായിരിക്കും ക്യാഷ് ബാങ്കിൽ അടയ്ക്കുന്നത്. അന്നേ ദിവസം അടയ്ക്കുന്ന പഞ്ചായത്തുകളിൽ നിങ്ങളുടെ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് വൈകിട്ട് 0 ആയിരിക്കും. പിറ്റേന്നാണ് അടയ്ക്കുന്നെങ്കിൽ അന്നത്തെ ക്യാഷ് അക്കൗണ്ട് ബാലൻസ് അന്നത്തെ കളക്ഷൻ മാത്രമായിരിക്കും. കെ-സ്മാർട്ട് വരുന്നതിന് മുമ്പ് ILGMSൽ പഞ്ചായത്തിൽ നിന്ന് പൈസ കൊണ്ട് ബാങ്കിൽ അടയ്ക്കുമ്പോൾ കോൺട്രാ ചെയ്തിരുന്നത് അക്കൗണ്ടന്റുമാരായിരുന്നു. എന്നാൽ കെ-സ്മാർട്ട് വന്നപ്പോൾ അത് കൗണ്ടർ റെമിറ്റൻസ് എന്ന സർവീസ് വഴി ചീഫ് ക്യാഷ്യർക്ക് മാറിയിരിക്കുകയാണ് ആ റോള്. അതായത് പൈസ ഇപ്പോൾ അടച്ചിട്ട് പൈസ അടയ്ക്കുന്ന ഡീറ്റെയിൽസ് രേഖപ്പെടുത്തേണ്ടത് പഞ്ചായത്തിലെ ചീഫ് ക്യാഷ്യർ ആയിരുന്നു. നിങ്ങൾ പലരും ആ സീറ്റ് കഴിഞ്ഞിട്ടായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വന്നത്. ചീഫ് ക്യാഷ്യറാണ് ഇത് ചെയ്യുന്നത് എങ്കിലും പൈസ കൃത്യമായിട്ട് അടച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മൾ അക്കൗണ്ടന്റുമാരാണ്. ക്യാഷ് ബുക്ക് നോക്കിയാണ് നമ്മളത് ഉറപ്പ് വരുത്തേണ്ടത്. അതിനായിട്ട് അക്കൗണ്ടന്റ് ലോഗിൻ ചെയ്തു. അപ്പോൾ വൈകിട്ട് പോകുന്നതിന് മുമ്പ് ക്യാഷ് ബുക്ക് ചെക്ക് ചെയ്തിട്ട് വേണം അക്കൗണ്ടന്റുമാർ പോകാൻ. ഞാൻ അക്കൗണ്ടന്റായിട്ട് ലോഗിൻ ചെയ്തു. സർവീസിൽ നിന്ന് ഫിനാൻസ് മാനേജ്മെന്റ് സെലക്ട് ചെയ്തു. റിപ്പോർട്ട്സ് എന്ന കാർഡിലെ ക്യാഷ് ബുക്ക് സെലക്ട് ചെയ്തു. നോക്കൂ, ഞാനിവിടെ 15/7/2025 ക്യാഷ് ബുക്കാണ് എടുത്തത്. അവിടെ ക്യാഷ് ബുക്ക് ബാലൻസ് 1019 രൂപ കാണാം. അതായത് എൻ്റെ പഞ്ചായത്ത് ആ പൈസ പിറ്റേ ദിവസമാണ് ആ പൈസ അടയ്ക്കുന്നത്. അതുകൊണ്ട് അന്നത്തെ ദിവസം വൈകിട്ട് ക്യാഷ് ബാലൻസ്, അന്നത്തെ കളക്ഷൻ ക്യാഷ് ബാലൻസ് ആയിട്ട് കാണും. ഈ തുക നമുക്ക് പിറ്റേ ദിവസം രാവിലെ തന്നെ ബാങ്കിൽ അടച്ചു കഴിഞ്ഞപ്പോൾ ആ ദിവസത്തെ ക്യാഷ് ബുക്ക് 0 ആയിട്ടുണ്ട്. അതായത് അന്നേ ദിവസം മറ്റൊരു കളക്ഷൻ പോയി പിറ്റേ ദിവസം രാവിലെ തന്നെ പൈസ അടയ്ക്കുന്നു. അന്നേ ദിവസം രാവിലെ ഫ്രണ്ട് ഓഫീസിൽ കളക്ഷൻ ഒന്നും വന്നിട്ടില്ല എങ്കിൽ ക്യാഷ് ബുക്ക് നോക്കുമ്പോൾ 0 ആയിരിക്കും. ഇത് നിങ്ങൾ അക്കൗണ്ടന്റുമാർ എപ്പോഴും എല്ലാ ദിവസവും ചെക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഫ്രണ്ട് ഓഫീസിൽ ക്യാഷ് മാത്രമല്ല വരുന്നത്, DD വരാം, ചെക്ക് വരാം. ഇവയും ഏറ്റവും അടുത്ത ദിവസം തന്നെ ബാങ്കിൽ കൊടുത്ത് എൻക്യാഷ് ചെയ്തിരിക്കണം. അതും അക്കൗണ്ടന്റുമാരുടെ ഡ്യൂട്ടിയാണ്. ക്യാഷ് മുഖേനയോ ചെക്ക് മുഖേനയോ അതുപോലെ തന്നെ DD ആയിട്ടോ UPI പേയ്മെന്റ് ആയിട്ടോ ഒക്കെ നിങ്ങൾ ഫ്രണ്ട് ഓഫീസിൽ സ്വീകരിക്കുന്ന തുകകളെല്ലാം ഡേ ബുക്കിൽ വരും എന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. അതാത് ദിവസത്തെ കളക്ഷൻ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡേ ബുക്കും ക്യാഷ് ബുക്കും ഒന്നെടുത്ത് അത് വെച്ച് ഒത്തു നോക്കണം. ഫ്രണ്ട് ഓഫീസ് മുഖേന അല്ലാതെ ഇപ്പം പുതിയ സംവിധാനമായ ഇപോസ് സംവിധാനം വഴി, ഇപോസ് മെഷീൻ വഴിയും നമുക്ക് തുക വരാൻ സാധ്യതയുണ്ട്. അതിന്റെയും കളക്ഷൻ ബാങ്കിൽ അടവാക്കി റെമിറ്റൻസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. അതിന്റെയും കളക്ഷൻ ബാങ്കിൽ അടവാക്കി റെമിറ്റൻസ് രേഖപ്പെടുത്തേണ്ടത് ക്യാഷ് തന്നെയാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ നോക്കി. ബാങ്ക് അക്കൗണ്ട് ചെക്ക് ചെയ്യാൻ നോക്കി, അതിനോടൊപ്പം ചെക്ക് എൻട്രി നോക്കി, പിന്നീട് നമ്മുടെ ഡെയിലി കളക്ഷൻ അടച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അക്കൗണ്ടിന്റെ ഒരു ബിൽ രജിസ്റ്റർ നിർബന്ധമായിട്ടും സൂക്ഷിക്കണം. ഏത് പേയ്മെന്റ് നിങ്ങൾ ഓഫീസിൽ നിന്ന് കൊടുക്കുമ്പോഴും അതിന്റെ ചെക്ക് നമ്പർ ബിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. ഇഗ്രാം പോലുള്ള സൈറ്റുകൾ വഴിയാണ് പേയ്മെന്റ് ചെയ്യുന്നത് എങ്കിൽ, PFMS വഴിയാണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ വൗച്ചർ നമ്പർ അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ ID രേഖപ്പെടുത്തിയിരിക്കണം. ഓരോ ചെക്ക് എഴുതുമ്പോഴും ഓരോ പേയ്മെന്റ് ചെയ്യുമ്പോഴും ഈ ബിൽ രജിസ്റ്ററിനകത്ത് സെക്രട്ടറി സൈൻ ചെയ്തിരിക്കണം. കൃത്യമായ ഫോർമാറ്റിലുള്ള ഒരു ബിൽ രജിസ്റ്റർ എല്ലാ പഞ്ചായത്ത് ഓഫീസുകളിലും ലഭ്യമാണ്. പല പഞ്ചായത്തുകളും ഒരു പ്ലെയിൻ രജിസ്റ്റർ എടുത്ത് അത് ബിൽ രജിസ്റ്റർ ആയിട്ട് കീപ്പ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അത് പാടില്ല. എല്ലാ ഓഫീസിലും ഉള്ള സാധനമാണ്. അപ്പം ബിൽ രജിസ്റ്റർ തന്നെ എഴുതി പോകണം. ഞാനിപ്പോൾ ഒരു ബിൽ രജിസ്റ്ററിന്റെ ഒരു മോഡൽ നിങ്ങളെ സ്ക്രീനിൽ കാണിക്കാം. വിവരണം എന്നൊരു ഭാഗമുണ്ട്. അവിടെ പേയ്മെന്റിന്റെ വിവരം കൃത്യമായിട്ട് എഴുതണം. ഇന്നതിന്റെ ഇലക്ട്രിസിറ്റി ചാർജ് കൊടുത്തത്, ഇന്ന പൈസ കൊടുത്തത്, കൃത്യമായിട്ട് പേയ്മെന്റ് എഴുതിയാൽ, അതിന്റെ വിവരണം കൃത്യമായിട്ട് എഴുതിയാൽ നമുക്ക് ഭാവിയിൽ പലപ്പോഴും ഈ സാധനം ഉപകാരപ്പെടും. നിങ്ങൾ നോക്കി, ഞാൻ എൻ്റെ ബിൽ രജിസ്റ്ററിനകത്ത് കെ-സ്മാർട്ടിലെ ഫയൽ നമ്പർ എഴുതാൻ ഒരു അധിക കോളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് അതിൻ്റെ ഫയൽ നമ്പർ എപ്പോൾ വന്നാലും ഒരു പുതിയ ഫയൽ വന്നാലും അതിനകത്ത് അത് ആ ഒരു കോളത്തിൽ കൂടി എഴുതിയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ സാധാരണ നീലമഷി വെച്ചോ കറുത്ത മഷി വെച്ചോ ഒക്കെ നമ്മുടെ ബിൽ രജിസ്റ്റർ എഴുതി പോകാം. ഒരു പ്രൊജക്റ്റ് പേയ്മെന്റ് വന്നാൽ, അതായത് ഏതെങ്കിലും ഒരു വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്ത പ്രൊജക്റ്റിന്റെ പേയ്മെന്റ് ആണ് വരുന്നത് എങ്കിൽ അത് ബിൽ രജിസ്റ്റർ എഴുതുമ്പോൾ ചുവന്ന മഷിക്കോ മറ്റോ എഴുതണം. കാരണം നമുക്ക് എപ്പോഴും ഇത് എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റണം ഏതൊക്കെ പ്രൊജക്റ്റുകൾക്ക് പേയ്മെന്റ് പോയി. അപ്പോൾ മഷി മാറ്റി ചുവന്ന മഷിയിലോ മറ്റോ എഴുതുക. എന്നിട്ട് അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഗ്രാൻറ്റുകളിൽ നിന്നുള്ള പ്രൊജക്ട് പേയ്മെന്റ് ആണെങ്കിൽ, ഉദാഹരണം ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡോ ഹെൽത്ത് ഗ്രാൻഡോ SBM ഫണ്ടോ ശുചിത്വ മിഷൻ ഗ്രാൻഡോ, ഇങ്ങനെ ഏതെങ്കിലും ഗ്രാൻറ്റുകളാണെങ്കിൽ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഏത് ഗ്രാൻഡാണ് എന്നും കൂടി എഴുതുക. ഇങ്ങനെ എഴുതിയാൽ അതിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ബിൽ രജിസ്റ്റർ അക്കൗണ്ടന്റുമാരെ സംബന്ധിച്ച് ഒരു റെഡി റെക്കനറാണ്. പെട്ടെന്ന് ഒരു കാര്യം ചോദിച്ചാൽ നമുക്ക് മറ്റൊരു റിപ്പോർട്ട് നോക്കാതെ ഏതൊക്കെ പ്രോജക്റ്റ് ചെയ്യുന്ന ഏതൊക്കെ ഗ്രാൻറ്റുകൾ കൊടുത്തിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നിങ്ങൾക്ക് അറിയാൻ ബിൽ രജിസ്റ്റർ ഇതുപോലെ കളർ മാറ്റി എഴുതിയാൽ കഴിയും. ഇതൊന്ന് ഓർത്ത് വെച്ചാൽ നല്ലതായിരിക്കും. അതിനകത്ത് വൗച്ചർ നമ്പർ എന്നൊരു ഭാഗം കൂട്ടിയിട്ട് നോക്കിയാൽ വൗച്ചർ നമ്പർ ഉണ്ട്.
ഒരു പേയ്മെന്റ് പൂർത്തിയായി കഴിഞ്ഞാൽ അതിന്റെ വൗച്ചർ നമ്പർ എടുത്ത് ഇവിടെ എഴുതണം. അപ്പോൾ അടുത്ത സംശയം, എങ്ങനെ ഒരു പേയ്മെന്റിന്റെ വൗച്ചർ നമ്പർ നമുക്ക് കിട്ടും? നമുക്ക് പ്ലാൻ ചെലവുകളും ഉണ്ട്, നോൺ പ്ലാൻ ചെലവുകളും ഉണ്ട്. അതായത് പ്ലാനിൽ നിന്നുള്ള പേയ്മെന്റ് ഉണ്ട്, സാധാരണ നമ്മുടെ കണ്ടിജന്റ് പേയ്മെന്റുകളും ഉണ്ട് ഓഫീസിനകത്ത്. നമുക്ക് നോൺ പ്ലാൻ ചെലവുകളുടെ വൗച്ചർ നമ്പർ എങ്ങനെ കിട്ടും നോക്കാം. അത് കിട്ടാനായിട്ട് സാധാരണ നമ്മൾ ചെയ്യുന്ന പേയ്മെന്റുകളുടെ വൗച്ചർ കിട്ടാനായിട്ട് അക്കൗണ്ടന്റ് ലോഗിനിൽ ഫിനാൻസ് മാനേജ്മെന്റിൽ നിന്ന് പേയ്മെന്റ് സെർച്ച് എന്ന കാർഡ് സെലക്ട് ചെയ്യാം. ഇവിടെ നിരവധി സെർച്ചിങ് ക്രൈറ്റീരിയ ഉണ്ട്. ബൈ ഡിഫാൾട്ട് ഫ്രം ടു ഡേറ്റ് വെച്ച് നമുക്ക് സെർച്ച് ചെയ്യാം. അവിടെ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് സെർച്ച് ചെയ്യേണ്ട നിരവധി ക്രൈറ്റീരിയ ലഭിക്കും. ഞാനിവിടെ തൽക്കാലം ഫ്രം ടു ഡേറ്റ് വെച്ച് സെർച്ച് ചെയ്യുകയാണ്. നമുക്ക് ഇപ്പോഴാ ഗ്രിഡിൽ ആ ഡേറ്റ് റേഞ്ചിലുള്ള പേയ്മെന്റുകൾ, ക്ലെയിം നമ്പർ, ഫയൽ നമ്പർ, പേ ഓർഡർ നമ്പർ ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്യുന്ന കാണാം. അവയുടെ വൗച്ചർ നമ്പർ കാണാം. ഇതെടുത്ത് ബിൽ രജിസ്റ്ററിൽ എഴുതിയാൽ മതി. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടെ തന്നെ ഓരോ പേയ്മെന്റ് നേർക്കുമ്പോൾ ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്താൽ വ്യൂ, പേയ്മെന്റ് വൗച്ചർ എന്നീ 2 ഓപ്ഷൻ കൂടി കിട്ടും. വ്യൂ ക്ലിക്ക് ചെയ്താൽ ആ ഫയലിന്റെ വിവരങ്ങളിലേക്ക് പോകും. പേയ്മെന്റ് വൗച്ചർ ക്ലിക്ക് ചെയ്താൽ പേയ്മെന്റ് വൗച്ചർ പ്രിന്റ് എടുക്കാവുന്ന രീതി കിട്ടും. പറഞ്ഞേ ഉള്ളൂ, K-സ്മാർട്ട് ലഭിക്കുന്ന ഒരു ഡോക്യുമെന്റ് നിങ്ങൾ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതില്ല. പ്ലാൻ വൗച്ചറുകൾ നിലവിൽ ലിസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് ഉടനെ തന്നെ ഈ ഭാഗത്ത് പ്ലാൻ വൗച്ചറുകളും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചെലവിനങ്ങളുടെ ആധികാരികതയും ബജറ്റ് പ്രൊവിഷനും പരിശോധിക്കേണ്ടതും അക്കൗണ്ടന്റ് ആണ്. മുമ്പ് ഒരു ഫയൽ നമുക്ക് ലഭിച്ചാൽ അതിനകത്ത് പേയ്മെന്റ് ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്യുക എന്നത് മാത്രമായിരുന്നു അക്കൗണ്ടന്റ് ജോലി. എന്നാൽ K-സ്മാർട്ട് നമുക്കൊക്കെ അറിയാവുന്ന പോലെ ബന്ധപ്പെട്ട സീറ്റിലാണ് ഫയൽ വരുന്നത്. അവിടെ നിന്ന് ബജറ്റ് ലിങ്ക് ചെയ്ത് ക്ലെയിം ചെയ്ത് ആ ക്ലെയിം അപ്രൂവ് ആയതിനു ശേഷം മാത്രമേ അക്കൗണ്ടന്റ് കയ്യിൽ ഫയൽ വരത്തുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് അതിനകത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു ഫയൽ എങ്ങനെ ക്ലെയിം ചെയ്യാം, എങ്ങനെ പേയ്മെന്റ് ഓർഡർ ചെയ്യാം, എങ്ങനെ പേയ്മെന്റ് ചെയ്യാം, ഇതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോസ് ഞങ്ങൾ ധാരാളം ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്രമം നമ്പർ 2 നൽകിയിട്ടുണ്ട്. ഒന്ന് കാണുക. നിങ്ങളിപ്പോൾ അക്കൗണ്ടന്റുമാരായിട്ട് സീറ്റ് ചെന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പലപ്പോഴും തെറ്റായ ഹെഡിലായിരിക്കും ക്ലെയിം ചെയ്ത് ഫയൽ നിങ്ങളുടെ ലോഗിനിലേക്ക് പേയ്മെന്റ് ഓർഡർ ചെയ്യാൻ വേണ്ടി എത്തുന്നത്. സീറ്റിൽ ക്ലെയിം ചെയ്യുമ്പോൾ അതിന്റെ ഹെഡ് തെറ്റിപ്പോകും. നമ്മുടെ അടുത്ത് വരുമ്പോഴാണ് നമ്മൾ ഇത് തിരിച്ചറിയുന്നത്. അക്കൗണ്ടന്റ് ആവുന്നതിന് മുമ്പ് നമ്മൾ എല്ലാവരും പല ഹെഡുകൾ തെറ്റിച്ച് അക്കൗണ്ടന്റ് സീറ്റിലേക്ക് വിട്ടിട്ടുണ്ടായിരിക്കും. അതൊക്കെ തിരിച്ച് അതേപോലെ നമ്മുടെ ലോഗിനിലേക്ക് അവർ തിരിച്ചയച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പൊ അതേ അവസ്ഥ നമുക്ക് ഇനിയും ഉണ്ടാകും. നമ്മുടെ ലോഗിനിലേക്ക് ഒരു തെറ്റായ ഹെഡിലാണ് ക്ലെയിം ചെയ്ത് ഫയൽ വന്നാൽ ആ തെറ്റായ ഹെഡിൽ പേയ്മെന്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. പലപ്പോഴും പറ്റുന്ന കാര്യം, എക്സാമ്പിൾ പറഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ ബില്ല് വന്നു, പക്ഷെ അത് ക്ലെയിം ചെയ്ത് വന്നത് ഓഫീസ് ഇലക്ട്രിസിറ്റി ചാർജിലായിരിക്കും. അക്കൗണ്ടന്റ് ഇത് തിരിച്ചു വിട്ട് വീണ്ടും ചെയ്യുന്ന ബുദ്ധിമുട്ട് കരുതി തൽക്കാലം ഇതിലങ്ങ് പേയ്മെന്റ് ചെയ്യും. നിങ്ങൾ തെറ്റായ ഹെഡിൽ പേയ്മെന്റ് ചെയ്താൽ അത് മുതൽ നമ്മുടെ റിപ്പോർട്ട്സുകളെല്ലാം തെറ്റും. ഓരോ റിപ്പോർട്ട്സും തെറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു AFS അയക്കണമെങ്കിൽ പേയ്മെന്റ് ചെയ്യുന്ന ഹെഡ് വളരെ പക്കയായിരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തെറ്റായ ഹെഡിലേക്ക് ഒരു ക്ലെയിം വന്നാൽ അത് ചേഞ്ച് ചെയ്യണം. നമുക്ക് അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഇവിടെ നോക്കും, ഞാനൊരു എൻ്റെ പഞ്ചായത്തിലൊരു കുടിവെള്ള പദ്ധതിയുടെ ഇലക്ട്രിസിറ്റി ചാർജ് അടയ്ക്കാനായിട്ട് ക്ലെയിം ചെയ്തു വന്ന ബില്ല് പേയ്മെന്റ് ഓർഡർ തയ്യാറാക്കാനായി അക്കൗണ്ടന്റ് ഓപ്പൺ ചെയ്തു. അക്കൗണ്ട് ഹെഡ് എന്ന ഭാഗം സെലക്ട് ചെയ്തപ്പോൾ അവിടെ ഡെബിറ്റ് ഹെഡ് സെലക്ട് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഇത് ക്ലെയിം ചെയ്തിരിക്കുന്നത്. കണ്ടോ, ഇലക്ട്രിസിറ്റി ചാർജ് ഓഫ് അതർ ബിൽഡിംഗ് എന്ന ഹെഡിലാണെന്ന് മനസ്സിലായത്. ഇലക്ട്രിസിറ്റി ചാർജസ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ എന്നൊരു ഹെഡ് ഉണ്ട്. അപ്പോൾ ആ ഹെഡിലേക്ക് മാറ്റണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ ക്ലെയിം ക്യാൻസൽ ചെയ്യണം. നമുക്ക് റിട്ടേൺ ചെയ്യാൻ ഓപ്ഷൻ ഇല്ല നിലവിൽ. അപ്രൂവ് ചെയ്തു പോയ ക്ലെയിം ആണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് ക്യാൻസൽ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ അപ്രൂവ് ചെയ്യുന്ന മുമ്പാണെങ്കിൽ നമുക്ക് റിട്ടേൺ ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമുക്ക് ക്ലെയിം ക്യാൻസൽ ചെയ്യുന്ന അക്കൗണ്ടന്റ് ആയിരിക്കും. ആ ഫയലിന് മുകളിൽ ക്ലെയിം നമ്പർ ലഭിക്കും. കണ്ടോ, അതൊന്ന് കോപ്പി ചെയ്ത് വെക്കണം. ഇനി ഫിനാൻസ് മാനേജ്മെന്റിലെ പേയ്മെന്റ് ക്യാൻസലേഷൻ എന്ന കാർഡ് സെലക്ട് ചെയ്തിട്ട് ട്രാൻസാക്ഷൻ ടൈപ്പ് ക്ലെയിം സെലക്ട് ചെയ്യണം. വൗച്ചർ നമ്പർ എന്ന ഭാഗത്ത് നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ക്ലെയിം നമ്പർ പേസ്റ്റ് ചെയ്ത് സെർച്ച് കൊടുക്കാം. ആ ക്ലെയിമിന്റെ വിവരങ്ങൾ അവിടെ ലിസ്റ്റ് ചെയ്യുന്ന കാണാം. ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ആ ക്ലെയിം ചെയ്ത ഫയൽ വിവരങ്ങൾ ഉൾപ്പെടെ ലിസ്റ്റ് ചെയ്യും. റിമാർക്ക് നൽകി സബ്മിറ്റ് ചെയ്യാം. ഇനി ആ ഫയൽ അതിന്റെ ഓപ്പറേറ്റർക്ക് പോകും. നമ്മൾ ചെയ്ത ക്ലെയിം ക്യാൻസലേഷൻ നേരെ HSCക്ക് അല്ലെങ്കിൽ JSന് വെരിഫിക്കേഷന് പോകും. HSC വെരിഫൈ ചെയ്താൽ നേരെ സെക്രട്ടറിക്ക് അപ്രൂവലിനും പോകും. അപ്രൂവൽ ചെയ്ത് കഴിയുമ്പോൾ ആ ക്ലെയിം ക്യാൻസലായി. ഇനി ആ പൈസ തിരിച്ച് ക്ലെയിമിലേക്ക് കയറും. സീറ്റിൽ നിന്ന് ആ ഫയലിനകത്ത്, നേരത്തെ നമ്മൾ റിട്ടേൺ ചെയ്ത ഫയലിനകത്ത് അവർക്ക് എന്ത് ചെയ്യാം, പുതിയ ഹെഡിൽ ക്ലെയിം ചെയ്യാൻ പറ്റുകയും ചെയ്യും. ക്ലെയിം ക്യാൻസലേഷൻ പ്രത്യേക ഫയലൊന്നും എറേസ് ചെയ്യേണ്ടതില്ല, എല്ലാം കാർഡ് വഴിയാണ് ചെയ്യുന്നത്. അധികം കൺഫ്യൂഷൻ ഒന്നും ആയിട്ടില്ല എന്ന്
വിചാരിച്ചുകൊണ്ട് ഒരു ഭാഗം കൂടി പറഞ്ഞു നിർത്താം. നിങ്ങൾ ബജറ്റ് എൻട്രിയെ കുറിച്ച് അക്കൗണ്ടന്റ്മാർ നിർബന്ധമായിട്ടും അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ക്രമം നമ്പർ 3 ആയിട്ട് ബജറ്റ് എൻട്രി എങ്ങനെ ചെയ്യണം ഡീറ്റെയിൽഡ് വീഡിയോ നൽകിയിട്ടുണ്ട്. അതൊന്ന് കണ്ടിട്ട് മാത്രം ഇനിയുള്ള ഭാഗം കേൾക്കണം. പലപ്പോഴും പേയ്മെന്റിനായിട്ട് ഒരു ഫയൽ, പേയ്മെന്റ് കൊടുക്കാൻ വേണ്ടി ഒരു ഫയൽ സെക്ഷനിൽ ലഭിക്കുമ്പോൾ സെക്ഷൻ ക്ലർക്കുമാർ നിങ്ങളുടെ അടുത്ത് വന്ന് പറയാൻ സാധ്യതയുണ്ട് അതിന് കൃത്യമായ ഒരു ഹെഡ് കിട്ടുന്നില്ല. ക്ലെയിം നോക്കുന്ന സമയത്ത് ബജറ്റ് ലിങ്ക് ചെയ്യാൻ നോക്കുമ്പോൾ കൃത്യമായ ഒരു ഹെഡ് കിട്ടുന്നില്ല, കറക്റ്റ് ഹെഡ് കിട്ടുന്നില്ല എന്ന് അക്കൗണ്ടന്റ്മാരോട് ഒന്ന് പറയും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായ ഒരു ഹെഡ് ബജറ്റിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഇവിടെ എൻ്റെ ഓഫീസിൽ ഒരു ഡ്രിങ്കിങ് വാട്ടർ സ്കീമിന്റെ കറണ്ട് ചാർജിന്റെ ഒരു ബില്ല് സീറ്റിൽ വന്നു. അപ്പോഴാണ് സീറ്റിൽ നിന്ന് പറയുന്നത് ബജറ്റിനകത്ത് അങ്ങനെ ഒരു ഹെഡ് കാണാനില്ല എന്ന് അക്കൗണ്ടന്റ് അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ അക്കൗണ്ടന്റ് എന്ത് ചെയ്യണം? ആ ഹെഡ് ഒന്ന് മാനുവലായിട്ട് സൈറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കണം, K-Smartൽ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനായിട്ട് അക്കൗണ്ടന്റ് ലോഗിനിൽ ഫിനാൻസ് മാനേജ്മെന്റിൽ ബജറ്റ് സർവീസ് എന്ന കാർഡ് ഓപ്പൺ ചെയ്യുക. അവിടെ ബജറ്റിലെ ബജറ്റ് എൻട്രി സെലക്ട് ചെയ്യണം. കാറ്റഗറി ന്യൂവും ഫിനാൻഷ്യൽ ഇയർ 25-26 കൊടുത്ത് സെർച്ച് കൊടുക്കുക. ബജറ്റ് ടൈപ്പ് ഔട്ട്ഫ്ലോ നൽകി ഉചിതമായ മേജർ ഗ്രൂപ്പ്, സബ് ഗ്രൂപ്പ്, അക്കൗണ്ട് ഹെഡുകൾ സെലക്ട് ചെയ്ത് ഫണ്ട് ഓൺ ഫണ്ട് കൊടുത്ത് തുക ആഡ് ചെയ്താൽ മതി. നമ്മളിവിടെ മേജർ ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പെൻസും സബ് ഗ്രൂപ്പ് അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസും ഫണ്ട് ഓൺ ഫണ്ടും സെലക്ട് ചെയ്തു. അക്കൗണ്ട് ഹെഡ് കണ്ടോ ഇലക്ട്രിസിറ്റി ചാർജസ് ഫോർ ഡ്രിങ്കിങ് വാട്ടർ സ്കീമും സെലക്ട് ചെയ്ത് തുക നൽകി ആഡ് ചെയ്തു. ഇനി അഡീഷണൽ ഡീറ്റെയിൽ നൽകി മറ്റ് വിവരങ്ങൾ നൽകി ബജറ്റ് നെയിം നൽകി സേവ് ചെയ്താൽ മതി. ഈ ഹെഡ് ക്ലെയിമിൽ ലഭിക്കും. ഇത് കണ്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും എങ്ങനെയാണ് ഹെഡ് കറക്റ്റായിട്ട് ആഡ് ചെയ്യുന്നതെന്ന്. അപ്പോൾ കൃത്യമായ ഹെഡ് ഇല്ലെങ്കിൽ ബജറ്റിനകത്ത് ആഡ് ചെയ്തിട്ട് മാത്രം ക്ലെയിം ചെയ്യാൻ പറയുക. നിങ്ങൾ സീറ്റിൽ തുടക്കക്കാരാണ്, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കുന്നില്ല. അടുത്ത മറ്റൊരു വീഡിയോയിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാലും മറുപടി ലഭിക്കുന്നതായിരിക്കും. അത്യാവശ്യ കാര്യങ്ങൾ മനസ്സിലാക്കാണെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.